ആ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇവിടത്തെ CPM-ഉം BJP-യും നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്ന് അന്നു മുതൽ പറഞ്ഞ് അതിനെതിരെ പോരാടുന്നവരാണ് നമ്മൾ. അത് പിന്നീട് പറയുന്നത് ഞാൻ പറയുമ്പോൾ നിഷേധിച്ചെന്ന് വരും. പക്ഷേ നമ്മുടെ CPI-ക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിനകത്തും അത് ഉണ്ടായിരുന്നു ഉള്ളതൊക്കെ വ്യക്തമാണ്. അവരുടെ മന്ത്രിമാരടക്കം മുൻമന്ത്രിമാരടക്കം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇതൊരു ഗൂഢാലോചനയായിരുന്നു പൂരം കലക്കിയത്, തൃശ്ശൂർ പൂരം കലക്കിയത്. ശബരിമലയിൽ വിശ്വാസം വേദനിച്ചപ്പോഴും, തൃശ്ശൂർ പൂരം കലക്കുമ്പോൾ വിശ്വാസം വേദനിക്കുമ്പോഴും, വഖഫ് ബില്ലിലൂടെ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തുമ്പോഴും, ക്രൈസ്തവ ആരാധനാലയങ്ങളെയും കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും തിരഞ്ഞുപിടിച്ചാക്രമിക്കുമ്പോഴും ഇവിടെയെല്ലാം കോൺഗ്രസിന് ഒരു സ്വരം മാത്രമേ ഉള്ളൂ. ആ സ്വരം ഈ നാടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് അവർക്കുള്ള ഇടത്തേക്ക് കയർന്നു കയറാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്ന അവരോടൊപ്പം നിൽക്കാനുള്ള ഒറ്റ സ്വരം. ചിലപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയും, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വാദിക്കുന്നു. എപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ ഞങ്ങൾ മുമ്പിൽ വരുമ്പോൾ പറയും ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി. അതാണ് BJP-യുടെ ഡിസൈൻ. അപ്പോൾ അവർ പറഞ്ഞു മുസ്ലിങ്ങളും ക്രൈസ്തവരെയും തമ്മിലടിപ്പിക്കാനായിരുന്നു ഈ കേരളത്തിന്റെ പാരമ്പര്യം നമുക്കറിയില്ലേ. ഭ്രാന്താലയം എന്ന് പറഞ്ഞ കേരളത്തെ, പണ്ട് സ്വാമി വിവേകാനന്ദൻ പഠിച്ച കേരളത്തെ കേരളമാക്കി മാറ്റിയത് നമ്മുടെ നവോത്ഥാന നായകന്മാരും നമ്മുടെ ജനങ്ങളും കൂടിയാണ്. കാരണം അവരാണ് ഒരു സ്നേഹത്തിലാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് നിൽക്കുന്നത്. എല്ലാവരും സ്നേഹിക്കുന്ന യോജിച്ച് നിൽക്കുന്ന ഈ നാട്, ഈ നാടിനെ തകർക്കാൻ പറ്റുന്ന എളുപ്പ വഴി എന്താണ്? തമ്മിലടിപ്പിക്കുക. ഈ നാടിൽ സ്വൈര്യമില്ലാതാക്കാൻ, കേരളത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്താൻ അതിന് വലിയ മായാജാലൊന്നും വേണ്ട, എളുപ്പ വഴിയാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കാര്യത്തിൽ നിന്നപ്പോ പറയാണ് ഞങ്ങള് ക്രൈസ്തവരോട് നിൽക്കുകയാണ്, ഇന്നലകളിൽ ഹിന്ദുക്കളോട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രശ്നം, നമുക്കൊറ്റ കാര്യമുള്ളൂ. എവിടെ നീതി നിഷേധമുണ്ടോ, ഇവിടെ മതേതരത്വം ആക്രമിക്കപ്പെടുന്നുണ്ടോ, ഇവിടെ സാമാന്യ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ രക്ഷയ്ക്കായി എന്ത് ത്യാഗം ചെയ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ളതാണ് നമ്മുടെ നയം.